താൻ എന്ത് പണിയാണോ കാണിച്ചത്? അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഭൂമി വിൽക്കരുതെന്ന് കുട്ടപ്പനായരോട് ഞങ്ങൾ പറഞ്ഞതാ. അയാൾ സമ്മതിച്ചതുവാ. എന്നിട്ട് തിരിച്ചെവി അറിയാതെ അയാളെ പലതും പറഞ്ഞ് പിരികയറ്റി ആ ഭൂമി താൻ വാങ്ങിച്ചു. അതും പോരാഞ്ഞിട്ട് ഞങ്ങളൊക്കെ മുഖത്ത് കരി കഴിച്ചേക്കാനായി ആ ഭൂമി ആചാര്യക്ക് മറച്ചു വിൽക്കുകയും ചെയ്തു. അതിനെന്താന്ന്? ഞങ്ങളെ ഏഴാം കുലികളാക്കരുത്. ആ സ്ഥലം ഹാജിയാരുടെ കയ്യിൽ വന്നാല് നാളെ അവിടെ എന്താ ഉണ്ടാകുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട്. നാളെ അവിടെ സ്കൂളിന് വേണ്ടി, അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ലൊന്നാന്തരം ഒരു കളിസ്ഥലം ഉണ്ടാവും. അത്രേ ഉള്ളൂ. നാളെ അവിടെ ഹാജിയാര് പള്ളി പണി. സംശയമുണ്ടോ? അമ്പലത്തിന് തൊട്ടടുത്ത് വേണോ തന്റെ ഈ കോപ്രായം? ആ സ്ഥലത്ത് ആരും പള്ളി പണിയാനും നേർച്ച നടത്താനും പോകുന്നില്ല. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അമ്പലത്തിനടുത്തൊരു പ്ലേ ഗ്രൗണ്ട് വരുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല. ഒരു ദൈവം അതുകൊണ്ട് കോപിക്കില്ല. അഥവാ ഇനി ഏതെങ്കിലും ദൈവം കോപിച്ചാൽ അപ്പൊ നമുക്ക് അതിന് വഴി ഉണ്ടാക്കാം. അതിന് നിന്റെ സമ്മതം വേണ്ടടാ. വരേ, ആലോചിച്ച് സംസാരിക്കണേ. എനിക്കിഷ്ടമുള്ള ഭൂമി ഞാൻ വാങ്ങും. തോന്നിയ ആൾക്ക് മറിച്ച് വിൽക്കും. പിന്നെയും വാങ്ങും, പിന്നെയും വിൽക്കും. നിങ്ങളാരും ചോദിക്കാൻ ഈ കുള്ളി എടുത്താ നീ തല ചൊറിയില്ലേ? ഒന്ന് പോടോടുന്നു. ഒരു കൂട്ടം ഏറാമൂളികളെയും കൂട്ടി ചോദിക്കാൻ വന്നിരിക്കുന്നു. എടോ മേന്നെ, തന്റെ ദുഷ്ടലാക്കാരും മനസ്സിലാക്കില്ലെന്ന വിചാരം? അമ്പലം ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് ആ പാവം കുട്ടപ്പനായരെ വിരട്ടി ചുളു വിലയ്ക്ക് ആ സ്ഥലം സ്വന്തമാക്കാനായിരുന്നില്ലേ തന്റെ പ്ലാൻ? ഉണ്ടണ്ട. താനും തന്റെ ചിങ്കിടികൾ നിൽക്കുന്നത് എന്റെ വീട്ടുമുറ്റത്തായി പോയി അല്ലേ? കാണിച്ചു തരായിരുന്നു. പിന്നൊരു കാര്യം, എല്ലാ മഹാജനങ്ങളും കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്. മേലാൽ ഇമ്മാതിരി അലവലാതി കേസുമായിട്ട് എന്റെ പടിക്കകത്ത് കടന്നാൽ മേനോനാണോ നമ്പീശനാണോ നായരാണോ എന്ന് ഞാൻ നോക്കിയില്ല. അറിയാലോ, ശേരം പറഞ്ഞാണ്. കുട്ടികൾ വല്ലാണ്ട് കടത്തിക്കല്ലടി. വെയിലത്തിന് കയറൂല, എപ്പോഴും കളി തന്നെ. അസീസ് വന്നില്ലേ? ആരും കാണാൻ പോയിരിക്കാന്ന്. അതെന്തിന്? പിന്നെയും വല്ല ഗുലിവാലും ഉണ്ടാക്കിയ? അങ്ങനെയൊന്നുമില്ല പാപ്പ. നീ എങ്ങനെയല്ലേ പറയൂ? എന്റെ കെട്ടിയോനല്ലേ. ഓനോട് ഈ തട്ടിപ്പും തരികടയൊക്കെ മാറ്റി മര്യാദക്ക് ജീവിക്കാൻ പറ. പഴയതുപോലെ ഇനിയും പോലീസ് പിടിച്ചാ ജാമീൻ എടുക്കാൻ ഞമ്മളെ കിട്ടൂല. അരിമോന്റെ സ്വഭാവ ഗുണം കൊണ്ട് തലയെ കെട്ടഴിച്ച് മുഖത്തിട്ട് കിടക്കേണ്ട ഗതിയിലാണ്. ഞാൻ പറഞ്ഞു ഓരെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ. നിങ്ങൾക്ക് ഇതെന്താണ്? എപ്പോഴെങ്കിലും കൂടി അവള് പറഞ്ഞത് അപ്പോഴേക്ക് തുടങ്ങും. മൂന്ന് ഇന്ന് തുണിയും കുപ്പായൊക്കെ മാറും. ഇനി ഇപ്പൊ 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി. എല്ലുമ്മ, ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോണം. ഇന്ന് തന്നെ മടങ്ങാനാണെങ്കിൽ എന്തോ കാര്യമായിട്ടുള്ള വരവാണല്ലേ. സ്കൂളില് അബൂക്കർ മാഷിന് പകരം വേറെ ആരെങ്കിലും വെച്ചിരുന്നു ചോദിക്കാൻ പറഞ്ഞ. പുടി കിട്ടി. ഈ സ്കൂളിൽ ജോലി കൊടുക്കാന്നും പറഞ്ഞ് ഓൻ ആരെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാണ്. വെറുതെ വേണ്ടാത്ത ഭരയും വണ്ടിക്കൊന്നും പോണ്ടാന്ന് ഓനോട് പറഞ്ഞേര്. അസീസേ, മതി, എഴുന്നേൽക്ക്. ഒരു കൈ കൂടെ, ഒറ്റ കൈ. വേണ്ട, കടം പറഞ്ഞല്ല കളി വേണ്ട. രൊക്കം കാശുണ്ടെങ്കിൽ കളിച്ചാൽ മതി. കൈ പൈസ ഉള്ളത് വേറെ ഉണ്ട്. എനിക്ക് കാശില്ലാതായപ്പോ അസീസിനെ ആർക്കും വേണ്ടല്ലേ? അതെങ്ങനെയാ? കയ്യിൽ കാശ് വന്നാലും അസീസിന് ദർബാറാണ്. ദൂർത്തടിക്കുന്നതിനല്ലേ ഒരു കണക്കൊക്കെ. മോനെ നിന്റെ വാപ്പാടെ അത്രക്കൊന്നും പറയണ്ട. നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം. കാശയിലോ വന്നാൽ അനക്ക് പോകാൻ വേറെ സ്ഥലം ഉണ്ടാവില്ലല്ലോ. ഈ കാര്യം എന്താ വെച്ചാൽ പറയും. ഞമ്മക്കൊരു തിരക്കുണ്ട്. അനക്ക് മാത്രമല്ല എനിക്കുമുണ്ട്. അന്റെ കെട്ടിയോളുടെ ബാപ്പാന്റെ സ്കൂളാണ്. അറബി മാസ്റ്റർ ഒഴിവുണ്ട്. ജോലി എനിക്ക് തരാമെന്നൊക്കെ നീ വാക്ക് പറഞ്ഞില്ലേ? അസീസ് ഒരു വാക്ക് പറഞ്ഞ വാക്കാണ്. ജോലി നമ്മൾ തരും. എവിടെ? അന്റെ കെട്ടിയോളുടെ പോരല്ലോ. സ്കൂൾ അറബി ടീച്ചറെ വെച്ച് ഒരു കാഫറച്ചീനെ. എന്ത് മണ്ടത്തരായി പറയണേ? അറബി ടീച്ചർ വെച്ചെന്നാ നമ്മളറിയണ്ട. എല്ലാവരുടെ ഈ പൊട്ടം കളിക്കല്ലേ? ദേ, നീ ഇനി എന്നെ സൂപ്പാക്കാൻ നോക്കണ്ട. ജോലി തരാമെന്നും വേണ്ടി എന്റെ 1-2 അല്ല വാങ്ങിയിരിക്കുന്നത്. 75,000 ഉറുപ്പ്യ എന്റെ പൊരേണം പണയപ്പെടുത്തുണ്ടാക്കിയ പൈസയാ. എനിക്കിപ്പോ കിട്ടണം എന്റെ പൈസ. എന്റെ വീരാനെ, ഈ ഇടങ്ങാൻ ഉണ്ടാക്കല്ലേ. നീ പറഞ്ഞ മാതിരി നടന്നിട്ടുണ്ടല്ലേ? എന്റെ പൈസ അസീസ് തിരിച്ചു തരും. പടച്ചോനാണ് തിരിച്ചു തരും. അസീസോ, എന്താണ്ടാ ഇവിടെ? മാമായുടെ ഞമ്മക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തേ? അത് നിങ്ങളോട് തനിച്ച് പറയാനുള്ളതാ.
മാഷ് അന്യനൊന്നും അല്ലല്ല, എന്താ പറഞ്ഞോളി. അല്ല ആചാര്യ, ഞാൻ ഇറങ്ങാം. ഞാൻ ഇരുന്നിട്ട് ഇനി അസീസിന്റെ വിഷമം വേണ്ട. നിങ്ങളവിടെ കുത്തിയിരിക്കുന്നു. നിങ്ങളറിയാത്ത എന്ത് കാര്യം ഞമ്മക്കുള്ളത്? നീ പറഞ്ഞോ. സ്കൂളിലെ അറബി മാഷയുടെ വേക്കൻസിയില് ഒരു ടീച്ചറിനെ പറ്റി അറിഞ്ഞ് ഒരു നമ്പൂരിച്ചിനെ ആന്ന്. അതിനിപ്പോ എന്തേനി ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. ആർക്ക്? അനക്ക അല്ല, പള്ളി കമ്മിറ്റിയില് ചിലതൊക്കെ പറയുന്നുണ്ട്. ഇവിടത്തെ പള്ളി കമ്മിറ്റിയിൽ അനക്കെന്ത് കാര്യം? അല്ല മാമ, ഞമ്മള് കേട്ടത് ഈ വെല്ലിച്ച പാവത്തൊന്നും കാട്ടണ്ട. അന്നെ ഞമ്മക്കറിഞ്ഞൂടെ? അനക്കിപ്പോ എന്താ വേണ്ടിയത് അത് പറയും. ഞമ്മളൊരാൾക്ക് വാക്ക് കൊടുത്തിരുന്നു. നമ്മുടെ സ്വന്തം ജാതിയാ, ജീവിക്കാൻ നിവൃത്തില്ലാത്തൊരു പാവപ്പെട്ട കുടുംബക്കാരാ. വയസ്സായ വാപ്പയും ഉമ്മയും ഇടപാട് തീർത്ത് വന്നിരിക്കുന്ന ഒരു പെങ്ങളും 2 കുട്ടികളൊക്കെ ഉള്ള വല്ലാത്തൊരു പരാധീനക്കാരാ. ഓൻ ഈ ജോലി കൊടുത്ത വലിയൊരു പുണ്യായിരിക്കും. അസീസേ, വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഒരു പാവം പെൺകുട്ടിയായിട്ട്. അത്രയ്ക്ക് പാവാണ് നിങ്ങൾ പശുവിനെ വാങ്ങിച്ചു കൊടുക്കി. പാല് കുടിക്കട്ടെ. അസീസേ, അല്ല ഓരുടെ ആൾക്കാർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ ചോദല ഓടിക്കൊണ്ടല്ലോ. എന്റെ നാട്ടിലുള്ള ഏതെങ്കിലും സ്കൂളിലാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കൂല, നടക്കാൻ നമ്മൾ സമ്മതിക്കില്ല. നമ്മുടെ കുട്ടികളെ അറിവ് പഠിപ്പിക്കുന്നത് ഒരു കാഫറിച്ചിയാണെന്ന് പറയാൻ ഇങ്ങക്കൊരു ഉളുപ്പില്ലേ? അന്റെ മാമ അന്റെ സ്കൂള് ഹാജിയാർക്കാണെങ്കിൽ ഖുരാനി നല്ല വിവരവും ഒന്നും അറിയാണ്ട് ഓലൊരാളെ ജോലിക്ക് വെക്കുവോ? ഓലെ പറഞ്ഞ് തലതിരിച്ചിക്കല്ലേ മാഷ്. ഏത് മാഷ്? ആ ചായര മാഷ്. ഓലെ കുറിച്ച് അസീസ് വേണ്ടാത്ത ഒന്നും പറയണ്ട. ഇന്നാട്ടിൽ ജാതി മതം നോക്കാതെ അത്യാപത്തിൽ ഓടിയെത്തുന്ന ആളാ മാഷ്. എന്നാ നിങ്ങൾ ആ മാഷെ തല വെച്ചോളി. ഒടുക്കം നമ്മുടെ കുട്ടികളെ കണ്ടാൽ തിരിച്ചറിയാണ്ടാവും. ഓള് തലയിൽ തട്ടയിടാതെ പൊട്ടും കുത്തി തോസീന്റെ ഇലയും ചൂടി വരണ കണ്ട് നമ്മുടെ കുട്ടികളും അങ്ങനെ ആവില്ലെന്ന് ആര് കണ്ട്? ഈ അറബി മുൻഷിമാരും മൂസാ നബീന്റെ നൂഹ് നബീന്റെ ഒക്കെ കഥകൾ പറഞ്ഞു കൊടുക്കണ പോലെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഓലിക്ക് കഴിയോ? ഈ ശ്രീരാമന്റെ സീതയുടെ എല്ലാം കഥകൾ പറഞ്ഞു കൊടുത്ത് നമ്മുടെ കുട്ടികളുടെ ഗതി ഉണ്ടാവും. അങ്ങനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവില്ല, ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഈ നാട്ടിൽ നടക്കുന്നത് നിങ്ങളും കാണുമല്ലേ? ഇപ്പൊ എന്ത് വേണമെന്നാ ഈ പറയണത്? ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളി. ടീച്ചറെ, നിങ്ങളെ രാജേര് വിളിക്കുന്നു. ഒച്ച ഉണ്ടാക്കല്ലേ, ഞാൻ ഇപ്പൊ വരാം. ഇവർക്ക് ടീച്ചറോട് എന്താ ചോദിക്കാനുണ്ട് പോലും. വരി കൊയ്തിങ്ക, എന്താ ചോദിച്ചോളി. ഗായത്രി كم درجة تعلم؟ أفضل العلماء. كم حرفا في العربية؟ 28. كم في اليوم؟ في اليوم 5 صلوات هي الفجر والظهر والعصر والمغرب والعشاء. എന്തേ ഇനിയൊന്നും ചോദിക്കാനില്ലേ? ഇനി ടീച്ചർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. كم سورة في القرآن؟ ഖുർആനിൽ എത്ര അധ്യായം ഉണ്ടെന്നാണ് ചോദിച്ചത്. ടീച്ചർ എന്ന് പറയും. 114. ഇപ്പൊ ബോധ്യമായി ഞങ്ങൾക്ക് ഒന്നും അറിയാത്ത ഒരാളെ നമ്മൾ വയ്ക്കൂലെന്ന്. എന്നാണ് ടീച്ചർ വയ്ക്കോളി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അറബി എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്. അത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരം ഉണ്ടായാലേ മുസ്ലിം മതത്തിന്റെ മഹത്തരങ്ങളായിട്ടുള്ള പൊരുളുകൾ ഇതര മതസ്ഥർക്ക് ബോധ്യാവുള്ളൂ. അതിന് നമ്മൾ തന്നെ തടസ്സം നിൽക്കരുത്. പൊരയിൽ വന്നൂടെ? നിങ്ങൾക്ക് എന്തേലും പണി? നീ നമ്മളെ കുണുകുറിക്കാൻ നിൽക്കണ്ട. നമുക്ക് പല പണിയുണ്ടാവും. അത് നമ്മളും കൂടെ ഒന്ന് അറിയണ്ടേ? വേണ്ട, ഏറെ പറഞ്ഞാല് ഇടപാട് നമ്മൾ പൊരേ കൊണ്ടാക്കും. ആ എടോ, ആണത്വം ഉണ്ടെങ്കിൽ ആണുങ്ങളോട് നേരിട്ട് പൊരുതണം. അല്ലാതെ പാദയാത്രയ്ക്ക് പറഞ്ഞ് പോസ്റ്റ് ഓടിക്കുന്ന പണിയുണ്ടല്ലോ, അത് രണ്ടും കെട്ട ഇടപാടാ.
നിങ്ങൾ എന്തായി പറയണേ? ഓ അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? എനിക്കൊരു ചുക്കും പോകാനില്ല. പക്ഷെ നീ കളിക്കുന്ന ഈ നാണക്കെട്ട കളിയുണ്ടല്ലോ, പാവപ്പെട്ട ഒരു പെണ്ണിന്റെ ജീവിതം അതാർക്കുന്നത്. ബേന്താവിനെ കാണിച്ചിരുന്ന പോസ്റ്റർ അല്ല, നാട്ടുകാർ ചിലപ്പോ നോട്ടീസ് അടിച്ചിറക്കും. അതിന് എന്ത് മെക്കറ്റ് കയറാൻ വന്നാണ്ടല്ല. നീ എന്ത് മാഷേ, നീ ആചാര മരുമനായി പോയി. അല്ലെ നിന്നെയൊക്കെ തുണ്ടം തുണ്ടാണ്ട് മുറിക്കുന്നതിന് എനിക്ക് കൂലിക്ക് ആളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓർമ്മിച്ചോണേ അത്. ഏതെങ്കിലും നാക്കിൽ എവിടെയെങ്കിലും കിടന്ന് കുരയ്ക്കണതിന് നിങ്ങൾ വെറുതെ ഇടപെടണം എന്തിനാ? ഇന്നാട്ടിൽ ഒരു കുട്ടിയും നിങ്ങളെ കുറിച്ച് ദോഷം പറഞ്ഞാൽ വിശ്വസിക്കൂല. എന്റെ കാര്യമല്ല, ആചാർക്കറിയാലോ. സ്വന്തം കുടുംബം പുലർത്താൻ വേണ്ടി മറുനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ജീവിക്കുന്ന ഒരു കുട്ടിയാത്. നാളെ വേറെ കുടുംബത്തിലേക്ക് പോകേണ്ടതുമാ. അതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തിയാൽ ഏൽക്കാൻ ആരെങ്കിലും ഉണ്ടാവും ആചാര്യ? അവരെ കണ്ടൊരു ആശ്വാസവാക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി. നിങ്ങൾ ഇങ്ങനെ ബേജാറായാലേ ഒന്ന് പേടിക്കാണ്ടിരിക്കും. എനിക്കാരെയും പേടിയുണ്ടായിട്ടല്ല. ഞാൻ തണ്ടനാണെന്നോ തെമ്മാടിയാണെന്നോ ആര് വേണേലും പറഞ്ഞോട്ടെ, അല്ലെ എഴുതി ഒട്ടിച്ചോട്ടെ. പക്ഷെ ഇതങ്ങനെയാണ്. ഒരേ സാരിയിൽ രണ്ട് പെൺമക്കൾ തൂങ്ങി നിൽക്കുന്നത് സ്വന്തം കൺമുമ്പിൽ കണ്ടിട്ടും ഭ്രാന്ത് പിടിക്കാതെ മനസ്സിനെ അടക്കി നിർത്തിയിരിക്കുന്ന ഒരു പാവം നമ്പൂരിയുടെ ഏക ആശ്രയമായി പെൺകുട്ടി. അതിന്റെ കണ്ണീര് വീഴ്ത്തിയാലുണ്ടല്ലോ, അവനൊന്നും പിന്നെ 7 ജന്മത്തേക്ക് ശാമോഷം കിട്ടിയ രാജാരെ. ഒന്നേ എവിടെ പോയിട്ട് വരുന്നു? മകനെ ഒന്ന് കാണാൻ പോയതാ. ആ, ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ അമ്മമാരും മക്കൾക്ക് ശത്രുക്കളല്ലേ. അവൻ പോരാന്ന് വെച്ചാലും അവളൊന്ന് വിട്ടിട്ട് വേണ്ടേ? ഈ അവസ്ഥയില് അവൻ ഇങ്ങോട്ടൊന്നും വരാതിരിക്കുന്നതാണ് നല്ലത്. അതെന്താ പിന്നെ ഞാൻ വല്ല പേർദോഷം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ? അപ്പൊ ലക്ഷ്മി എന്നെ ഒന്നും അറിഞ്ഞില്ലേ? എന്ത്? ഇതറിയാൻ ഈ ഭൂമി മലയാളത്തില് സേതുലക്ഷ്മി മാത്രമേ ബാക്കിയുള്ളൂ. എനിക്കൊന്നും മനസ്സിലാവണില്ല. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നില്ലേ ഒരുത്തി? അവള് മഹാപിഴയാ. ലക്ഷ്മണയ്ക്കും ഇതിലൊക്കെ പങ്കുണ്ടെന്ന നാട്ടിലൊക്കെ സംസാരം. ആ ശേഖരൻ മാഷുമായിട്ട് അവർക്ക് എന്തൊക്കെയോ ഇടപാടുകളുണ്ടെന്ന് ആ പറയണേ. പറച്ചില് മാത്രമല്ല, നിരത്ത് മുഴുവൻ പോസ്റ്റർ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. പോണ വഴിക്ക് ചോരൽ നോക്കിയാൽ കാണാം ഓരോരോ കഥകൾ. നിങ്ങളല്ല അവളെയൊക്കെ വീട്ടിൽ കെട്ടി താമസിപ്പിക്കൂ. മാനാഭിമാനമായിട്ട് ജീവിക്കുന്നവർക്ക് കൂടെ താമസിപ്പിക്കാൻ പറ്റിയ വർഗമല്ല. നമ്പൂതിരി പെണ്ണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നാണം വേണ്ടേ? നാണം. അതെ, ഇതൊക്കെ സത്യമാണോ? പിന്നല്ലാതെ ഞങ്ങളെന്താ ഊഹിച്ച് പറയാ? നിങ്ങളോട് നുണ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ കേട്ടോ അവളെ? ഗർഭണ്ടെന്നാ കേട്ടത്. എഞ്ചെങ്ങാനും വീട്ടിലായിരുന്നെങ്കിൽ ചാണകത്ത് ചൂഴി മുക്കി അടിച്ചിറക്കി പുണ്യായം നടത്തി ശുദ്ധിയാഴ്ച നടത്തിയത്. അല്ല, ഞങ്ങൾ അറിഞ്ഞ വിവരം പറഞ്ഞേ ഉള്ളൂ. ഇതൊന്നും ചെന്ന് ചോദിക്കാൻ നിൽക്കണം അല്ലേ? അയ്യേ, എടി, ഇപ്പൊ ഇറങ്ങിക്കൊള്ളുക. ഇവിടെ തോന്നിയ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട, വിസ്തരിക്കണ്ട. വന്ന അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ ഓരോരുത്തരുടെ വരവും പോക്കും. അന്നേ ഞാൻ പറഞ്ഞതാ ഇതൊന്നും ഇവിടെ നടത്തില്ലാന്ന്. പൊയ്ക്കോ, ഇറങ്ങി പൊയ്ക്കോ. ഈ രാത്രി എവിടെ പോയാലും വേണ്ടില്ല, എനിക്കതൊന്നും അറിയില്ല. ഇറങ്ങിക്കൊള്ളുക. നാണക്കേട് കാരണം ബാക്കിയുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. നിന്റെയൊക്കെ തോന്നിയപ്പേ ഞാനിവിടെ കൂട്ടി നിൽക്കാണെന്ന് ആളുകൾ പറയണത്. ഇറങ്ങിക്കൊള്ളുക.